ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പം കണ്ടോ, ഇവിടെ തേച്ചും കാടാണ് ഉള്ളത്. ഇപ്പോൾ ആര് ചെയ്തു തരാനാണ് നോക്കാൻ. അതുകൊണ്ട് ഇതിപ്പോൾ ആർക്കെല്ലാം കൂലി കൊടുത്താൽ എത്ര വേണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേശ്ശെ ഞാൻ ഒരു ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൈപ്പുണ്ട് ഒരു കുട്ടി, ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് എടുത്തിടണം. ഈ പൈപ്പ് എനിക്കിതൊന്നും എടുത്തിടാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ നോക്കാം, എപ്പോഴും നോക്കട്ടെ. ഇപ്പം വേണ്ട ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതിലേക്കൂടി ഇങ്ങനെ ഇത് വൃത്തിയാക്കാൻ വെച്ചിട്ടാണ് നോക്കുന്നത്. അതിനില്ലേ വീട് നിലയെല്ലാം കാണാൻ കഴിയുന്നില്ല, എല്ലാം വൃത്തികേടായി. ഇതെല്ലാം പറിച്ച് വൃത്തിയാക്കട്ടെ. എല്ലാം വല്ലാതെ വൃത്തികേടായി. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് ഒരു വൃത്തിയിൽ നിൽക്കണ്ടേ. കൊതുക് ശല്യം എന്ന് വിചാരിച്ചാൽ വല്ലാത്ത ശല്യമാണ് കൊതുകിനെ കൊണ്ട് ഒരു ശരണവും ഇല്ലാത്ത ശല്യമാണ്. ഞാനിപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ കുറച്ച് ഈ മുറ്റത്തിങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കൊതുകായിട്ട്. ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ പരുക്കട്ടെ, ഇതിലിങ്ങനെ പറിച്ച് വൃത്തിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് അന്നേരം ഞാൻ കേട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് നോക്കി. ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. അവിടെ ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യല്, ഞാൻ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. പക്ഷേങ്കിൽ എനിക്കിപ്പം പറ്റാതെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഈ കപ്പയാണ് കേട്ടോ, കപ്പ വളർന്നില്ല. ഇതിപ്പം വെച്ചിട്ട് കാര്യമില്ല. കണ്ട ഇങ്ങനെ പറിച്ചിട്ടിട വേണ്ട. കപ്പ വിത്തോപ്പ് വെച്ച് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലായിപ്പോയി, അതുകൊണ്ട് എല്ലാവരും ആയിപ്പോയി ഉണ്ടല്ലേ. ഇതെല്ലാം ഞാനിപ്പം പറിച്ചിട്ട് ഇല്ലെല്ലാം പറിച്ച് ഇതിലേക്കൂടി ഇങ്ങനെ വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ കൊതുകാരി നിൽക്കാമെങ്കിൽ ആൾ നോക്കാൻ കഴിയുന്നില്ല. മിറ്റം അടിച്ചു വാരാൻ തന്നെ പറ്റുന്നില്ല. അടിച്ചു വാരലൊന്നും ഇല്ല, എന്നാലും എനിക്ക് കുറേശ്ശെ നോക്കാൻ നേരിച്ചിട്ടാണ്. ഇനിയിപ്പം കുറേശ്ശെ മിറ്റെല്ലാം അടിച്ചു വാരി എല്ലാം കുറേശ്ശെ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. വൃത്തിയില്ല, ഞാൻ മഴയായതുകൊണ്ട് ഒന്നാമതൊരു വൃത്തിയാക്കാൻ പറ്റുന്നില്ല. മഴയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറേശ്ശെ എങ്ങനെയും വൃത്തിയാക്കായിരുന്നു. മുറ്റത്ത് ഇറങ്ങാൻ തന്നെ പേടിയാകുന്നു. മഴ വെളുക്കൽ വെച്ചാൽ വല്ലാത്ത വെളുക്കലാണ്. അഥവാ വീണ് പോയിട്ട് നമ്മുടെ പണി കൂടി. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് സമയം മഴ ചോർന്നിട്ട്. എന്നാൽ പിന്നെ ഏതായാലും എന്തെങ്കിലും ഒരു ലേശം വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞതാണ്. അത് നിങ്ങളെയൊന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം കൊത്തി അടത്തി ചാടണം. അതൊക്കെ നമുക്ക് ആ കുമ്പളത്തിൻ്റെ വള്ളി അതേ ചങ്ങോളം ഇങ്ങോളം അതൊത്തിരി കൊത്തി ചാടണ്ടെങ്കിലും അവന് പേച്ച് എടുക്കണം. ആ കൊതുക് കാണില്ല, വളർത്തുന്നതാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിലായിട്ട് കൊതുക് എന്ന് വിചാരിച്ചാൽ കഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിത് നട്ട 2 മുളകിൻ്റെ തയ്യായത് കണ്ടാ, 2 മുളകിൻ്റെ തയ്യായത് കണ്ട. ഇതാ 2 മുളകിൻ്റെ തൈ ഉണ്ട്. ഇവിടെ ഒരു വയലി തൈ ബാക്കിയുണ്ട്. അതെല്ലാം ഞാൻ ഈ കാട് കൊത്തി കളഞ്ഞാൽ മാത്രമേ അത് ബാക്കിയാവുള്ളൂ. അതാണ് ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കെന്തോ പോലെ ആകുന്നു. എന്നാൽ പിന്നെ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ശേഷം കാടും കൊത്തിക്കളഞ്ഞ് നിങ്ങളിന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പച്ചക്കറിയെല്ലാം നടണ്ടേ. കുറേശ്ശെ എന്തെങ്കിലും നടാനാക്കണ്ടെങ്കിലും ഒരു വൃത്തി വേണ്ടേ. കാടല്ല ഇതെല്ലാം തേച്ചും വൃത്തിയാക്കിയിട്ട് വേണം ഇനി എന്തെങ്കിലും പച്ചക്കറി നടന്നിക്കലോ എന്തെങ്കിലും ചെയ്യേണ്ടിക്കലോ. ഇപ്പോൾ കാണില്ലേ, തേച്ചും പുല്ലാരും മുന്നിൽ ഇപ്പം പറിച്ചിട്ട് ആളെ കൂട്ടി പറിപ്പിച്ച. പിന്നെ പറഞ്ഞിരുന്നാൽ വേണ്ടേ നമുക്കത് പിന്നെ ഇത് ആൾ വേണ്ടേ. ഇത് വൃത്തിയാക്കാൻ ദിവസം അടിച്ചു വാരി വൃത്തിയാക്കണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കഷ്ടമായത്. ഞാനിപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വെക്കാം. ഞാൻ ആ കൊമ്പെല്ലാം കൊത്തിച്ചാടട്ടെ, ആ വള്ളി മുറിച്ച് ചാടാം. അത് കാണിച്ചു തരാം. കുറച്ച് ഇങ്ങോട്ട് വെക്കട്ടെ. ഇത് വേണ്ട, ആ വള്ളി വേണ്ട, ഒരുപാട് വള്ളിയുണ്ട്. തേച്ചും വൃത്തികേടായിട്ടാണ് ഉള്ളത്. അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. മഴ വരുന്നുണ്ട്, മഴ വരുന്നിടത്ത് ലേശമൊന്നും ഇങ്ങോട്ട് വൃത്തിയാക്കാൻ പറ്റുമെങ്കിലായില്ലേ എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ട ഇവിടെ ഒരു ഫാഷൻ ബൂട്ടുണ്ട്. ഇവിടെ അത്
അത് പൂക്കാൻ തുടങ്ങിയണ്ട, അതിൻ്റെ മേലെ കയറിയിട്ട് പൂക്കാൻ തുടങ്ങിയണ്ട. ഇതിന് മുകളിലുണ്ട് പൂ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ മുകളിൽ കയറാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് മുകളിലെല്ലാം വെളുക്കലാണ്. വാർപ്പിൻ്റെ മേലേക്കാണ് അതിന് പട്ടി വെക്കുന്നത്. അതുകൊണ്ട് അത് പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ പറ്റിയെങ്കിലേ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ എടുക്കാമെന്ന് വിചാരിക്കും. മുഴുവനായിട്ട് എടുക്കാൻ കഴിയില്ല. കഴിയുന്നില്ല. ഇതെല്ലാം വൃത്തിയാക്കിയാലേ കൊതുകെല്ലാം കുറയില്ല. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതിലും ഉള്ളതുകൊണ്ടാണ് ഈ കൊതുക്. ആണല്ലേ? അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കണം. അതാ എല്ലാം കാടുമാണ്, എല്ലാം കളയാണ്. കച്ചും ഇത് കണ്ടില്ലേ? കണ്ട ഈ കുമ്പളം തേച്ചും പടന്നിട്ട് അങ്ങ് ഒരേറ്റും പടന്നെത്തി എല്ലാം ചീഞ്ഞു പോയി. മഴ കൊണ്ട് കുമ്പളം ഉണ്ടായിട്ടില്ല. ആദ്യം ഉണ്ടായതേ ഉള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്നും ഉണ്ടാവും, ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ വളമൊന്നും കൊടുത്തിട്ടില്ല. ആദ്യം നട്ട വളയേ ഉള്ളൂ. ആദ്യം നടുമ്പോൾ നട്ടിട്ട് ഞാൻ പോകുന്നതിനോട് കൊടുത്ത വളയും. ഇപ്പോൾ 2-3 മാസമായില്ലേ വളമൊന്നും കൊടുത്തിട്ടാണ്. വളം കൊടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് കായ് ഉണ്ടാവില്ല. എനിക്കിനി ഏതായാലും ഇതിന് കൊടുത്തിട്ട് കാര്യമില്ല നട്ടപ്പില്ല. ഇനി ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി മഞ്ഞെല്ലാം വന്നിന്. അതുകൊണ്ട് നമ്മളിനി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിനി വേറെ പുതിയത് നോക്കാമെന്നുള്ള അഭിപ്രായം. ഈ മാസം കഴിയുമ്പോൾ പുതിയത് നോക്കണം. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണ്ടേ? ഇതെല്ലാം വൃത്തിയാക്കണമെങ്കിൽ പണിയില്ല. പാട് ഒരാളെ ആക്കാൻ വെച്ചാൽ 2 ആളെ ആക്കിയാൽ ഇതെത്രയും വൃത്തിയാവില്ല. 2 ദിവസം എടുത്താൽ പണിയെടുത്താൽ ഇപ്പോൾ ഒരാളെ ആക്കിയാൽ വൃത്തിയാവില്ല. അന്നേരം കുറേശ്ശെ നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കാലനക്കാണ്ട് നല്ല എടുക്കാം. കാലനക്കാണ്ട് എടുക്കാം. അതന്നെ അത് വിചാരിച്ചിട്ടാണ്. കാലനക്കല്ലേ പ്രശ്നം. അവരിപ്പോൾ 2 വഴുതിനെ ബാക്കിയുണ്ട്. എന്താ 2 ഇതിലിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടിലേക്ക് ഉണ്ടല്ലോ, ആ വഴുതിനെയും പോകാൻ പോകുന്നത്. അതിപ്പോൾ ഇതിൻ്റെ മേലെ ഉണ്ടായാലും നമുക്ക് ഒന്നില്ലെങ്കിലും വഴുതിനി ഉണ്ടാവും. ഇത് 2 വഴുതിനുണ്ട്. അതിന് കുറച്ച് വളമിട്ട് കൊടുത്താൽ, കുറച്ച് വളമിട്ട് കൊടുത്ത് ആക്കിയാൽ അത് നന്നാവും. അതാ വിചാരിച്ചിരിക്കും. എന്താ ചെയ്യുക? നമുക്ക് കഴിയാഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ആണല്ലേ? നമ്മൾ പണിയെടുക്കാൻ അവരവൻ തന്നെ പണിയെടുക്കാൻ അല്ലാണ്ട് മറ്റുള്ളവരെ പിടിച്ച് കൊടുത്താലൊന്നും നമുക്ക് വലിയ ആവത്തില്ല. പൈസ കൊടുക്കാനും വേണം, എല്ലാം വേണ്ടേ? കൂലി കൊടുക്കാൻ ചിലപ്പം പണിയെടുത്താൽ കൂലി എടുത്ത് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേശ്ശെ ആവുമോ നോക്കട്ടെ വിചാരിച്ചിട്ട്. ഇത് കണ്ടില്ല, അതാ ഇത് വേണ്ട. ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറി വേണ്ട. അതാണ് പിന്നെ ഇത് വേണ്ട. ഇതാണ് ചീമക്കൊന്ന. ചീമക്കൊന്നയിൽ ഇഷ്ടംപോലെ ഞാനിവിടെ നട്ട് ആക്കിയിട്ട് ഇത് വള്ളി മുട്ടി കളയാനാണ് പണിയായിട്ട്. എത്രയാ പടന്നിനെന്നറിയാം. അതുകൊണ്ടേറ്റും പടന്ന് നാശമായിട്ട് പച്ചക്കറീൻ്റെ കടന്നിട്ടില്ല. കുമ്പളം പടന്നിട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് നമ്മൾ പണിയെടുക്കാനുള്ള വിഷമം. നോക്കി പണിയെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ല കാടേ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ചേമ്പൂര് വേണ്ട, അത് നട്ടിട്ടില്ല, അതിന് പണിയെടുത്തിട്ടില്ല, ഒന്നും പണിയെടുത്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്തെന്ന് മാത്രമേ നമുക്ക് ഇതൊന്നും കറി വെക്കാനും ഉണ്ടാവും. ഇപ്പോൾ എവിടെയാണ് ഉണ്ടായത്? ഇതിനെ തേച്ചും പടന്ന് നാശകരായി കണ്ടില്ലേ? ഇത് ചുറ്റും കുറച്ച് വൃത്തിയാക്കാൻ വെച്ചിട്ടാണ്. കുറേശ്ശെ വൃത്തിയാപ്പുറത്ത് ഇപ്പുറത്തും എല്ലാം വൃത്തിയാക്കാനും വെച്ചിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ പേര് വന്നാൽ കാടായിട്ട് കൊതുകായിട്ട് ഇരിക്കാൻ കഴിയില്ല. ഈ കാട് കൊണ്ടാണ് കൊതുകായിട്ട് ഇരിക്കാൻ കഴിയുക. അതുകൊണ്ട് വിചാരിച്ചു ഏതായാലും കുറേശ്ശെ നമുക്ക് വൃത്തിയാക്കാനാവുമോ നോക്കട്ടെ. ഞാൻ തിരിഞ്ഞു നോക്കിയതാണ് ഇപ്പോൾ. മഴയില്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് സമയം നമുക്കിത് വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നു. അതില്ല, ഇത് അത്രക്കാൻ പണി വെച്ചിട്ടുണ്ട്. അത്രക്കും പടന്ന് കയറിപ്പോയി. എത്രയാ പടന്നറിയാം. പടലല്ല ഈ കൊള്ളി ഇതുമെല്ലാം വലിച്ചിട്ടുണ്ടേ. അതാണ് കഷ്ടം. ലേടില്ല പടന്നിന്നറിയാം. അങ്ങോളം പേര് എല്ലാവരും മുകളിലോളം കയറി പടന്നു പോയി. ഇല്ലേ? എന്താ എനിക്ക് ചുറ്റും പുറമ്പൊന്നുമില്ല, എന്നാലും
നമുക്കൊന്ന് നോക്കി നോക്കാൻ വെച്ചിട്ട് പിന്നീടാണ് പിന്നീടൊന്നും അറിയില്ല, അത് ഭയമുണ്ട്. എൻ്റെ കാലം കൊണ്ട് വന്നിട്ടെന്തെങ്കിലും ആയിപ്പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്നാലും നമുക്കൊന്നും ലേശം വൃത്തിയാക്കിയാലൊന്നുമില്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമല്ലോ ആൾ കാണുമ്പോൾ എന്ന് വിചാരിച്ചില്ല. ഓരോ ഭാഗത്ത് മുമ്പിലെ ഭാഗത്തൊന്നും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചില്ല. ഒത്തിരി പോട്ട് ഒത്തിരി ആൾ പോയെങ്കിലേ കാണൂല, അല്ലേ കാണൂലല്ലോ എന്ന് വിചാരിച്ചില്ല. എന്താ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വൃത്തിരപ്പാരെ വൃത്തിയായി ഇങ്ങനെ കുറേശ്ശെ സമയം ഞാൻ കുറച്ച് ദിവസം എടുത്താലേ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റുമല്ലോ. ഇന്ന് ഞാൻ ഇത്തിരി എടുക്കുന്നില്ലു. നിങ്ങളിപ്പോൾ കണ്ടല്ലോ എൻ്റെ ഫാഷൻ ബൂട്ട് കണ്ട. ഇവിടെ ഒരു മുളകുണ്ട് കണ്ട, ഇതാ മുളക് കണ്ട, ഇതാ ഇവിടെ ഉണ്ട് ഒരു മുളക്, ഇത് ഇത് ഞാനിപ്പം വയ്യ നട്ട മുളകാണ് കണ്ട. ഇനിയിപ്പം പണിയെടുത്തിട്ട് ഉഷാറാക്കണം കണ്ട. 2 മുളകിൻ്റെ തൈയുണ്ട്. ഇത് ഇവിടെ ഒരു വഴുതിനയുണ്ട് കണ്ട, വഴുതിന ഇവിടെയുണ്ട് ഒരു വഴുതിന, 2 വഴുതിനയുണ്ട്. പിന്നെ ഇത് കണ്ട, ഞാൻ ഫാഷൻ ബൂട്ട് കണ്ട, അതാ അതിൻ്റെ മേലെ പൂത്തു കണ്ട, തേച്ച് ഒരുപോലെ പൂത്തിട്ട് കായ് ഉണ്ടാകുന്നുണ്ട്. മുകളിൽ എനിക്ക് കയറിക്കൂടാ, മുകളിൽ കയറണമെങ്കിൽ മഴ നിൽക്കാൻ എനിക്ക് വെള്ളത്തിൽ കയറിക്കൂടാ, അതുകൊണ്ടാണ്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥയുള്ളത്. അതുകൊണ്ട് വേറെ ഇനി ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. എൻ്റെ പ്രായത്തിൻ്റെ എൻ്റെ അസുഖത്തിൻ്റെ പ്രായത്തിൻ്റെ എല്ലാം എനിക്ക് പ്രശ്നമാണ്. എനിക്ക് അസുഖത്തിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് ഒന്നും പറ്റാത്തത്, ഓർമ്മക്കുറവും എല്ലാം വരുന്നുണ്ട്. എനിക്കതുകൊണ്ട് പേടി തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നന്ദി, നമസ്കാരം.